ഈ ചാനല് എന്ന് പറയുന്നത് എന്താ? അമ്പിളി അമ്മാവനാ? പോവാൻ പറയടോ. ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ. പുറത്ത് ഭയങ്കര പട്ടിശക്തി, അകത്താവുമ്പോ ആ പ്രശ്നം. അപ്പൂനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ തീരും. ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്ത് വെക്ക്, ഞാൻ എസ് പിയെ കണ്ടിട്ട് വരാം. കുടിക്കാൻ ഒരു സോഡ എടുക്കട്ടെ. നമസ്കാരമുണ്ട്. എടോ അബൂനെങ്കിൽ കൊണ്ടുവാ. ഈ അബൂബക്കറെയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLA ക്ക് അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവന് ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം. ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. വിടില്ല, ഞാൻ വിടില്ല, നിന്നെ വിടില്ല. ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ മറക്കരുത്. അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു മറക്കരുത്. ഈ